ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കനാണ്. അപ്പോൾ ചിക്കൻ കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ചിക്കനെല്ലാം ചെറിയ പീസാക്കി കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ക്യൂബായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യണം. ബോൺലെസ് ചിക്കനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് മസാലയൊക്കെ പുരട്ടി റെഡിയാക്കിയെടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂണും, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കുറച്ച് സമയം ഇത് മാറ്റി വെക്കണം. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലോ ബട്ടറോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിൽ യൂസ് ആക്കുന്നുണ്ട്, ബട്ടർ യൂസ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതിലേക്കിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്, പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ വെള്ളമെല്ലാം വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അത് റെഡിയാകുന്ന സമയത്ത് നമുക്കിതാ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ വെജിറ്റബിൾസൊന്നും നമ്മൾ ഇതിലേക്ക് എടുക്കുന്നില്ല. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒന്നുകിൽ നമ്മൾ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടണമെങ്കിൽ നമുക്ക് ബട്ടർ തന്നെ യൂസ് ആക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കി എടുക്കണം. അപ്പോൾ ഇത് ഞാനിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ കുറച്ച് മുളക് പൊടി മാത്രമാണ് ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ അത് വലിയ എരിവും ഇല്ലാത്ത മുളക് പൊടി, കാശ്മീരി മുളകാണ്. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ നല്ല ഡ്രൈ ആയ സമയത്ത് നമ്മൾ കട്ടാക്കി വെച്ച സവാളയും ക്യാപ്സിക്കമും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ചിക്കൻ കൊണ്ട് നമ്മൾ പല വെറൈറ്റീസ് ആയിട്ടുള്ള റെസിപ്പീസാണ് നോക്കാറുള്ളത്. നമുക്ക് പരീക്ഷണങ്ങൾ അധികം നോക്കാൻ പറ്റുന്നത് ഈ ഒരു ചിക്കൻ കൊണ്ട് തന്നെയാണ്. നല്ല ടേസ്റ്റുള്ള റെസിപ്പീസാണ് കേട്ടോ അധികം ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് നന്നായി മിക്സാക്കുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ സോയാ സോസാണ് ചേർത്തിട്ടുള്ളത്. ഒരു 3-4 ഡ്രോപ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഡ്രോപ്സ് അല്ല കേട്ടോ, ഒരു 1/2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഇട്ടിട്ടുണ്ടാവും. പിന്നെ അതാ നമ്മൾക്ക് ഇനി കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കെച്ചപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ 2.5 ടേബിൾ സ്പൂൺ ആ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഇനി മിക്സാക്കി എടുക്കണം. നന്നായി മിക്സാക്കിയ ശേഷം ഞാനിതിലോട്ട് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം, ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി നമ്മൾ ഒരുപാട് ഇടാൻ പാടില്ല, നല്ലോണം എരിവ് ഉണ്ടാവാൻ പാടില്ല. ചെറിയൊരു ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ കുരുമുളക് ഇടുന്നത്. അപ്പോൾ ഇത് അധികം എരിവൊന്നും ഇല്ലാത്ത ഒരു വേറെ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി മാറ്റി വെക്കാം. ഇനി നമുക്കിതിനായിട്ട് ഒരു ക്രീമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾക്കിത് പാൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് കുറുക്കിയെടുക്കുക വേണ്ടത്. നമുക്ക് കൂടുതൽ ക്രീം ആണെങ്കിൽ പാൽ കൂടുതൽ ഒഴിക്കാട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ക്രീം കൊണ്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം കട്ടിയാക്കണ്ട, കുറച്ചൊന്ന് ലൂസായിട്ട് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണുള്ളത്. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസാണിത്. അപ്പോൾ നമ്മൾ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് കുനാഫ ഡോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ആവശ്യമുള്ളത്ര. അപ്പോൾ ഇത് നല്ല പൊടിയായിട്ടുള്ള ഒരു ഡോ തന്നെയാണ്. നമ്മൾ ഇതിലോട്ട് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റാക്കി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ സെറ്റാക്കുന്ന പാത്രത്തിൻ്റെ സൈഡെല്ലാം ഒന്ന് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതാ നമ്മൾ മെൽറ്റാക്കി വെച്ച ആ ഒരു ബട്ടർ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. നിങ്ങൾക്കിത് ഒരുപാട് ബട്ടർ വേണമെങ്കിൽ അങ്ങനെ യൂസ് ആക്കട്ടെ. ഞാനിവിടെ കുറച്ച് ബട്ടറിൽ ഒന്ന് മിക്സാക്കി ഇടുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ ഇതുപോലെ പരത്തിയെടുക്കുക. കൈ കൊണ്ട് തന്നെ ചെയ്തെടുത്താലും നല്ലത് തന്നെ. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ആവും. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും റെഡിയാക്കിയെടുക്കാം.
ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂണോട് ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ പ്രസ് ചെയ്യാം നമുക്ക്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലൊരു കട്ടിയായിട്ടുള്ള ക്രീമാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും കുറേശ്ശെ ആയിട്ട് ഇട്ടാൽ തന്നെ മതിയാവും. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തേക്ക് ആക്കിയ ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മോസറല്ല ചീസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കന് ഇതിലേക്ക് ചേർക്കാം. ചിക്കന് ഒരുപാട് ഉണ്ടെങ്കിലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാകുന്നത്. ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ് നല്ലോണം വേണം. അപ്പോൾ അത് നല്ല കട്ടിക്ക് തന്നെ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്കിതാ കുറച്ച് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ മുകളിലത്തെ ലെയറിൽ ഇട്ട് കൊടുക്കുന്നുണ്ടത്. അപ്പോൾ അത് മോസറല്ല ചീസ് ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ഞാനിതിലോട്ട് ഈ ഒരു ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ കൂടുതൽ വൈറ്റ് സോസ് ഉണ്ടെങ്കിൽ ഈ ഒരു ലെയറിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ലെയറിൽ മാത്രമാണ് ഒഴിച്ചത്. ഇനി ഇത് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വീണ്ടും കുനാഫ ഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളാക്കി റെഡിയാക്കി ഫുള്ള് ടൈറ്റായിട്ട് നമ്മൾ ഇതൊന്ന് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ കൈ കൊണ്ട് തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഒരുപാട് ടൈം വെക്കണ്ട കേട്ടോ. ചെറുതായിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നമ്മളിതിൻ്റെ ഉൾപ്പാക്കലെല്ലാം വേവിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡി ആയിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റ് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ ഞാനിത് കുറച്ച് കൂടുതൽ ടൈം തന്നെ വെച്ചുപോയി. അപ്പോൾ ഈ ഒരു കളർ ആവാൻ നിൽക്കണ്ട, കുറച്ച് കൂടുതൽ തന്നെ ഈ ഒരു വൈറ്റ് കളർ തന്നെ ആവുന്നതാണ് നല്ലത്. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. തിരിച്ചിട്ടിട്ടും നമ്മൾ ഒരു 2-3 സെക്കൻഡ് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും യൂസാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ കുനാഫ കൊണ്ട് സ്വീറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് ചിക്കൻ കുഴച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ ചൂട് പോയതിന് ശേഷമാണ് കട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അപ്പോഴാണ് നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. സ്വീറ്റ് കുനാഫ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്ക്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. പിന്നെ ഇതിൻ്റെ ഡോവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നൂല് പോലുള്ള സംഭവവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഹോം മെയ്ഡായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോയും കൂടി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇടാം കേട്ടോ. പിന്നെ അതിൻ്റെയൊക്കെ ലിങ്ക് പ്ലേലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിലും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഷെയർ ചെയ്ത ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോവുമായി വീണ്ടും വരാം. ബൈ.